ജനനം എന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കൊണ്ടുകൂടാ ക്ഷണിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഭയന്ന് വിറങ്ങലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൈവത്തിന്റെ നാടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളം സമ്പൂർണ്ണ നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നു എന്ന് ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവം നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. വിദ്യാസമ്പന്നരായ അനേക തത്വജ്ഞാനികളും രാഷ്ട്രീയ മത നേതാക്കന്മാരും കലാകാരന്മാരും കവിവരന്മാരും ഒക്കെ ജന്മം കൊണ്ട നമ്മുടെ നാട്ടിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചത് എത്രയോ സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷം വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം മനുഷ്യനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? പണമില്ലാത്തത് കൊണ്ടാണോ? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? ഭാര്യയോ ഭർത്താവോ മക്കളോ ഇല്ലാത്തത് കൊണ്ടാണോ? സ്വപ്നങ്ങൾ പൂവണിയാതെ നാളെയുടെ വാഗ്ദാനങ്ങളായ തലമുറ വളരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന് എത്രയോ പ്രിയപ്പെട്ടവരാണ് ഇന്ന് അവരുടെ ഓർമ്മ അയവിറക്കി ദുഃഖിതരായി കഴിയുന്നത്. ലാളിച്ചു വളർത്തി വലുതാക്കിയ, പ്രതീക്ഷയോടെ ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി കൊടുത്ത് നല്ല നാളേക്ക് വേണ്ടി വളർത്തി വലുതാക്കിയ തലമുറ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കലാലയങ്ങളിലോ വെച്ച് പരിചയപ്പെട്ട എതിർലിംഗത്തിൽപ്പെട്ട വ്യക്തികള് വലുതാണെന്ന് ചിന്തിച്ച് മാതാപിതാക്കളെ ചെറുതായി കണ്ട് ഇറങ്ങിപ്പോയി എത്രയോ പേര് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹിത, ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണോ താങ്കൾ? ഒരുപക്ഷെ ഭവനമുണ്ടായിരിക്കാം, നല്ല സാഹചര്യങ്ങളുണ്ടായിരിക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം. പക്ഷേ പ്രതീക്ഷകളെല്ലാം കൈവിട്ടുപോയി, പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഡിസംബർ മാസം 1-ാം തീയതി പാലക്കാട് ജില്ലയിൽ നിന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി കേരളത്തിന്റെ 14 ജില്ലകളിലൂടെ യാത്ര ചെയ്യുന്ന വാഹനമാണ് ഈ ദേശത്ത് എത്തിയിരിക്കുന്നത്. പ്രിയരെ, ഈ വാഹനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഫ്ലെക്സ് ബോർഡുണ്ട്. ജീവിതം അഭിനയമോ അനുഭവമോ? സീരിയൽ നടിമാരെ പോലെ, സിനിമ നടന്മാരെ പോലെ ജീവിതം അഭിനയിച്ചു തീർക്കേണ്ട ഒന്നല്ല, അത് അഭിനയിച്ചു തീർക്കുന്ന അനേകരുണ്ട്. നമുക്കറിയാം കലാഭവൻ മണി, അങ്ങനെ ഒത്തിരി നല്ല അഭിനയ കലകളുള്ള, ജീവിതം കൊണ്ടും ശബ്ദം കൊണ്ടും അഭിനയിച്ച് ജീവിതം തീർക്കേണ്ടി വന്ന അനേകരും നമ്മുടെ സമൂഹത്തിലുണ്ട്. കലാഭവൻ മണിയുടെ പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമാ, അദ്ദേഹത്തിന്റെ അഭിനയം സന്തോഷമാ. പക്ഷേ ആ കുടുംബം കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി തീർക്കുവാൻ കഴിയാതെ പാതി വഴിയിൽ അനാഥമായി പോയി. എത്രയോ കുടുംബങ്ങളാ രാവിലെ ടാറ്റ പറഞ്ഞ് ജോലിക്ക് പോയ ഭർത്താവ് തിരികെ വരുന്നത് പ്രതീക്ഷിച്ചിരുന്ന എത്രയോ ഭാര്യമാർ ദുഃഖിതരായി കഴിയുന്നു. കത്തിമുനയിൽ കുത്തി വീഴ്ത്തുവാൻ മടിയില്ലാത്ത തലമുറകളുള്ള ലോകത്ത്, കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ മടിയില്ലാത്ത ഭർത്താക്കന്മാരുള്ള ലോകത്ത്, കെട്ടിത്തൂക്കുവാൻ മടിയില്ലാത്ത ഭർത്താക്കന്മാരുള്ള ലോകത്ത്, ഭാര്യമാരുള്ള ലോകത്ത് മനുഷ്യൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തിനേറെ പറയണം, സഹോദരന്റെ കൈപിടിച്ച് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന 6 വയസ്സുള്ള കുഞ്ഞിനെ റോഡിൽ
പതിയിരുന്ന കാറിനകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി നശിപ്പിക്കുവാൻ നോക്കിയ മൃഗത്തെക്കാൾ തരംതാണ നിലവാരത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുള്ള സമൂഹത്തിലല്ലേ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് എങ്ങനെ സമാധാനത്തോടെ നമ്മുടെ വീട്ടിലിരിക്കുവാൻ കഴിയും? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, ആക്സിഡന്റുകൾ പെരുകുന്നു, കൊലപാതകങ്ങൾ പെരുകുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, പിടിച്ചു പറിക്കുന്നു. ആർക്കും ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പള്ളിയോ പള്ളിക്കൂടങ്ങളോ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോ ഇല്ലാത്തത് കൊണ്ടാണോ? മതങ്ങളില്ലാഞ്ഞിട്ടാണോ? വിശ്വാസങ്ങളില്ലാഞ്ഞിട്ടാണോ? എല്ലാം ഉണ്ടെങ്കിലും എവിടെയോ എക്കെയോ താളം തെറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. പ്രിയരെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യയല്ല, ഒളിച്ചോട്ടമല്ല, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമല്ല, കൊലപാതകമല്ല. ശാശ്വതമായ പരിഹാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വിടവാങ്ങിപ്പോയ മുഖ്യമന്ത്രിയുടെ മരണം അനേകരെ ദുഃഖിപ്പിച്ചു. എന്തുകൊണ്ടാ? അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം നല്ലൊരു ഭരണം കാഴ്ചവെച്ചു, അനേകർക്ക് അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ തൊഴിലേറ്റി നടന്നു. അദ്ദേഹത്തിന്റെ വേർപാട് അവർക്കെല്ലാം ദുഃഖമായി. ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനി കുറച്ചു കാലം കൂടെ ഇവിടെ ഭരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരില്ലേ? കാരണം അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. ആരും മോശക്കാരല്ല, എല്ലാവരും നല്ലവരാ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒത്തിരി വ്യക്തിത്വങ്ങൾ നമ്മുടെ നാടിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നല്ല വീടുകൾ, നല്ല റോഡുകൾ, നല്ല വെളിച്ചങ്ങൾ, നല്ല സാഹിത്യ വിദ്യാലയങ്ങൾ, അങ്ങനെ പരിഷ്കാരങ്ങളൊക്കെ വരുവാൻ ഒത്തിരി ആളുകൾ. നമുക്കറിയാം, ഗാന്ധിജി 1997 മുമ്പ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ ചില ആളുകൾ നിന്നു. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനിടയായി. അങ്ങനെ നല്ല ചിന്തകൾ, നല്ല നേതാക്കന്മാർ എക്കാലത്തും ഉള്ളത് നല്ലതാ. നിയമങ്ങൾ നല്ലതാ. നമുക്കറിയാം, ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ പിറവി ഒരാഘോഷമായി ലോകമെമ്പാടുമുള്ള ഒരു കൂട്ടം ആളുകൾ ആഘോഷിക്കുവാനായി സ്റ്റാറുകളൊക്കെ വാങ്ങി തൂക്കി കത്തിക്കാൻ തുടങ്ങി. വീടുകളിൽ, ദേവാലയങ്ങളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാനായി കഴിയുന്നു. എന്തുകൊണ്ടാണ് ഈ സ്റ്റാറുകളൊക്കെ തൂക്കി, നക്ഷത്രങ്ങളൊക്കെ തൂക്കി ഇങ്ങനെ ആണ്ടിലാണ്ടില്ല ഇതൊരു ആഘോഷമാക്കി മാറ്റുന്നത്? ഈ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ കുപ്പിയില്ലാത്ത ആഘോഷം ആഘോഷമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ കുപ്പി വേണം, ഒരു വിവാഹ പാർട്ടി നടത്തണമെങ്കിൽ കുപ്പി വേണം, ഒരു ഹൗസ് വാമിംഗ് നടത്തണമെങ്കിൽ കുപ്പി വേണം, ഒരു മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ കുപ്പി വേണം, ആഘോഷമായ കുപ്പി വേണമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. സ്നേഹിതരെ, ഞാൻ ഒരു ചിന്ത നിങ്ങളൊക്കെ കൈമാറുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ നാട്ടിൽ ഒത്തിരി നായ്ക്കളുണ്ടല്ലേ, തെരുവ് നായ്ക്കൾ അല്ലെ? തെരുവ് നായ്ക്കളെ കൊണ്ട് ശല്യം അല്ലെ? എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കൾ. പക്ഷേ ആ തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരു വട്ടം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അതിനൊരു സംഘടനയുണ്ട് അല്ലെ? ഇനി നല്ല നായ്ക്കളോ? നല്ല നായ്ക്കളാണെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, നഖം വെട്ടാൻ ആളുണ്ടാകും, കുളിപ്പിക്കാൻ ആളുണ്ടാകും, നല്ല സോപ്പ് ഉണ്ടാകും, നല്ല ഷാമ്പു ഉണ്ടാകും, പിന്നെ മടിയിലിരുത്തും അല്ലെ? എല്ലാം നായ്ക്കളാ. മോശം നായ്ക്കളുണ്ട്, നല്ല നായ്ക്കളുണ്ട്. ഇനി കുറച്ചും കൂടെ പറഞ്ഞ വിദേശ നായ്ക്കളുണ്ട്, സ്വദേശ നായ്ക്കളുണ്ട്, എല്ലാം നായ. കറുത്തതുണ്ട്, ചുവന്നതുണ്ട്, പുള്ളിയുണ്ട് അല്ലെ? ഇനി കുറച്ചും കൂടെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ നിയമപാലകര്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് നടക്കുന്ന നായ്ക്കളുണ്ട്. അതെന്തിനാ? കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നായ്ക്കൾ. എല്ലാം വിവരവും ജ്ഞാനവും സ്നേഹിക്കാൻ കഴിവും ഒക്കെയുള്ള മനുഷ്യൻ
പടുത്തുയർത്തിയ കൊട്ടാര സദൃശ്യമായ ഒരു വീട്ടിനകത്ത് ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചാട്ടെ. എല്ലാ നായ്ക്കളെയും, സമൂഹത്തിലെ നല്ല നായ്ക്കള്, മോശം നായ്ക്കള്, ഉദ്യോഗസ്ഥന്മാര്, സ്വദേശി വിദേശിയായ നായ്ക്കളെ എല്ലാം വിളിക്കുക. അങ്ങനെ ഡൈനിങ് ടേബിളില് ഒരു ഗ്ലാസ്സിൽ, ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാല് വെക്കുക, മറ്റൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കള്ള് വെക്കുക. എന്നിട്ട് നായ്ക്കളോട് പറയുക, നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ. നല്ല നായ്ക്കളും വിദേശ നായ്ക്കളും സ്വദേശ നായ്ക്കളും നിയമപാലകര് കൊണ്ടു നടക്കുന്ന നായ്ക്കളും മോശം നായ്ക്കളും എല്ലാം എടുക്കുന്നത് എന്തായിരിക്കും? പാലായിരിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് വിവേകമില്ലാത്ത, വിവരമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, പഠിപ്പില്ലാത്ത നായ്ക്കൾ പാലെടുക്കുന്നത്? എന്തുകൊണ്ടാ മറ്റു ക്ലാസ്സിൽ ഇരിക്കുന്ന കള്ള് അവോയ്ഡ് ചെയ്തത്? പാല് സമൃദ്ധം ആഹാരമാ, അത് ശരീരത്തിന് ആരോഗ്യം നൽകുന്നതാ. മദ്യം ആരോഗ്യത്തിന് ഹാനി വരുത്തും. അത് വായിക്കാൻ അറിയാത്ത, അത് രുചിച്ചിട്ടില്ലാത്ത നായ്ക്കൾ ഇഷ്ടപ്പെടുന്നത് പാലാ. വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, ജ്ഞാനമുള്ള, വിവേകമുള്ള, സൗന്ദര്യമുള്ള സ്വദേശിയോ വിദേശിയോ, കറുത്തവനോ വെളുത്തവനോ, പണമുള്ളവനോ പണമില്ലാത്തവനോ ആ ഹാളിലേക്ക് കയറ്റിവിട്ടാൽ അവൻ എടുക്കുന്നത് എന്തായിരിക്കും? കള്ളായിരിക്കത്തില്ലേ? മനുഷ്യനെ മൃഗത്തെക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് നയിക്കുന്ന മദ്യമെന്ന ആ വിപത്ത് ഭാര്യയായി കാണുവാനോ, റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുഞ്ഞിനെ സഹോദരി എന്നോ കാണുവാനോ കഴിയാത്ത നിലയിൽ മൃഗീയ സ്വഭാവത്തിന് ഇന്ന് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ മദ്യത്തിന് അഡിക്റ്റായ വ്യക്തിയല്ലേ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായ വ്യക്തിയല്ലേ അതിന് കാരണമായത്? സ്നേഹിതരെ, മദ്യമെന്ന വിപത്ത്, ലഹരി പദാർത്ഥം എന്ന വിപത്ത് നാട്ടിൽ, ദേശത്തിൽ, രാജ്യത്തിൽ നിന്ന്, കുടുംബത്തിൽ വരുത്തി വെക്കുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തിയാൽ അരുതേ. നൊന്ത് പ്രസവിച്ച മാതാവേ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറ മദ്യത്തിനോ ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമയായിട്ടുണ്ടോ? അവരെ എങ്ങനെ പിന്തിരിപ്പിക്കുവാൻ കഴിയും? വർദ്ധിച്ചു വരുന്ന മദ്യ വിപണനം, പാവപ്പെട്ടവന്റെ കാശ് കീശ കാലിയാക്കുന്ന ബിവറേജുകളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? കുടിയന്മാരെ ഉത്പാദിപ്പിക്കുന്ന നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? രോഗികളെ ഇവിടെ ക്രിയേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ആയുസിന്റെ മധ്യത്തിൽ നശിച്ചു പോകുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയല്ലേ? ബ്രോയിലർ കോഴിയുടെ ആയുസ് 42 ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ചർമ്മകോണത്തിൽ വാർത്തയെടുത്ത് നോക്കിയാൽ കാണുവാൻ കഴിയും 45, 50, 60 അതിനപ്പുറത്തേക്ക് ബ്രോയിലർ വളരെ ചുരുക്കമാണ്. ആക്സിഡന്റ് വർദ്ധിക്കുന്നില്ലേ? കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നില്ലേ? തട്ടിക്കൊണ്ടുപോയി വർദ്ധിക്കുന്നില്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ പാപമെന്ന മാരകമായ ആ അവസ്ഥയാണ് മനുഷ്യനെ അതിലേക്ക് നയിക്കുന്നത്. അസുഖമ സത്യമയ, മൃത്യുവമ അമൃതമയ, തമസോമ ജ്യോതിർഗമയ. സാക്ഷാൽ ഇരുൾ വാഴുന്ന ലോകത്തിൽ വെളിച്ചമായ ദൈവം അങ്ങ് എവിടെയാണ്? അങ്ങക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അസത്യം നിറഞ്ഞ ലോകത്തിൽ ചിരമായ ദൈവമേ അങ്ങ് എവിടെയാണ്? അങ്ങക്ക് മാത്രമേ ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ കരുതുവാൻ, ഞങ്ങളെ നയിക്കുവാൻ കഴിയുകയുള്ളൂ. തമസോമാചോദർഗമയ, ഇരുൾ നിറഞ്ഞ ഭവനത്തിൽ. വീട്ടിൽ ഇരുളാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർക്കിടയിൽ ഉണ്ടായ മക്കളെ, അവരുടെ വേദനയെ, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡിവോഴ്സുകൾ വർദ്ധിക്കുകയല്ലേ? കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ എത്രയോ ഭവനങ്ങളാണ് നരകതുല്യമായ അനുഭവത്തിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതരെ, ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും പ്രവർത്തനവും മരണവും മരണാനന്തരവും ഉയർത്തും എന്തിനു വേണ്ടിയായിരുന്നു? ഒരുപക്ഷെ ഇതൊരു മതപ്രഭാഷണമായി ചിത്രീകരിക്കുന്നവരുണ്ടാകും. ഏതോ സമൂഹത്തിന്റെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടും. എന്തിനാ? ആ കമ്പനി പ്രൊവൈഡ് ചെയ്ത ആ ഉൽപ്പന്നം കൊടുത്തിരിക്കുന്ന ലൈഫ് ടൈം വരെ കേടുകൂടാതെ ഉപയോഗിക്കുവാനാണ്. അത് വായിച്ച് അത് മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്താൽ ആ കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന ലൈഫ് ടൈം അതിന് കിട്ടും. അതിനാണ് ആ കാറ്റലോഗ്, ആ പുസ്തകം കൊടുത്തിരിക്കുന്നത്. അത് നോക്കി ഉപയോഗിച്ചാൽ ആ കമ്പനി പറഞ്ഞ ടൈം വരെ കേടുകൂടാതെ ഉപയോഗിക്കുവാൻ കഴിയും. മാത്രമല്ല, എന്തെങ്കിലും കേടുകൾ പറ്റിയാൽ അതിന് സർവീസ് സെന്റർ ഉണ്ട്. അവിടെ കൊടുത്താൽ അവർ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും. ഈ പുസ്തകം നോക്കാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആ വില കൊടുത്ത് വാങ്ങിയ പല ഉപകരണങ്ങളും പാതി വഴി ഉപേക്ഷിക്കേണ്ടതായി വരും. ഇതുപോലെയാണ് ജീവിതം. എന്നെ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ വീട്ടില് കോഴി മുട്ട ഇടാറുണ്ട്. ആ മുട്ട വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് താഴെ വീണ് ഉടഞ്ഞു പോകും. ഇതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, ദീർഘായുസുണ്ടാകാൻ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിക്കുക. എക്കാലത്തും അനുസരണം ഉയർച്ചയിലേക്ക് നമ്മെ നയിക്കുവാൻ പറ്റുന്നവരെയാണ്. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഓടിക്കരുത്. ഹെൽമറ്റ് ഇടാതെ വാഹനം ഓടിക്കരുത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കരുത് എന്ന് നിയമപാലകർ നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം ലംഘിച്ച പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. ഇതുപോലെ ഈ ഭൂമിയെ സൃഷ്ടിച്ച സിദ്ധാവാം ദൈവം ഒരു കാറ്റലോഗ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് സത്യവേദ പുസ്തകം. ഇത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമായി ചിത്രീകരിക്കുന്നവരുണ്ട്. സ്നേഹിത, മനുഷ്യന്റെ ഉൽപ്പത്തി, ഭാര്യ, ഭർത്ത, ബന്ധങ്ങൾ, സമൂഹത്തിൽ നല്ല വ്യക്തിത്വം, തലമുറകൾ നല്ല ഉയർച്ച ഉള്ളവരായി എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകൾ അടങ്ങിയിരിക്കുന്ന സത്യവേദ പുസ്തകം വായിക്കുവാൻ ആര് തയ്യാറായിട്ടുണ്ടോ അവർ ഭാഗ്യവാന്മാരായി മാറിയിട്ടുണ്ട്. നിന്നെ നോക്കി ആരെങ്കിലും ഭാഗ്യം കെട്ടവളെന്ന് പറഞ്ഞ് നീ വേദനിക്കുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയായി മാറുവാൻ, നീ ഭാഗ്യമുള്ളവനായി മാറുവാൻ ലോട്ടറി അടിക്കണ്ടെന്ന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം നീ വായിക്കാൻ തയ്യാറാകൂ, അനുസരിക്കുവാൻ തയ്യാറാകൂ, വിശ്വസിക്കുവാൻ തയ്യാറാകൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ചില പ്രയാസമുണ്ടാകാറുണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറയുന്ന പേര് നിരീശ്വരവാദികൾ. നിരീശ്വരവാദികൾ പോലും അവരുടെ ഡയറി കുറിപ്പിൽ ഡേറ്റ് കുറിക്കുമ്പോൾ അവർ മൗന സമ്മതമായി ലോകത്തോട് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നേക്ക് 2023 ഡിസംബർ മാസം 9-ാം തീയതി എന്ന് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അവർ മൗന സമ്മതമായി വിളിച്ചു പറയുന്നു, ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിട്ട് 2023-ാം ആണ്ട് ഡിസംബർ മാസം 9-ാം തീയതി ആയിരിക്കുന്നുവെന്ന്. ആർക്കും നിഷേധിക്കുവാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. യേശു ഈ ഭൂമിയിൽ ജനിച്ചുവെന്നുള്ളത്. എവിടെയാണ് യേശു ജനിച്ചത്? ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനാണ്. എന്തിനാ? ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരുപോലെ സമാധാനവും സന്തോഷവും നൽകുവാന്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് മദ്യത്തിനോ ലഹരി പദാർത്ഥത്തിനോ അതെ കൂട്ടുകെട്ടുകൾക്കോ അല്ലെങ്കിൽ ആത്മഹത്യക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിനോ അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിനോ നീ തൊഴിയുന്നില്ലേ? അരുതേ! നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്നേഹം കൊണ്ട് വിട്ടവനും സൃഷ്ടിച്ച ഒരു സാമ്രാജ്യം അവൻ പടുത്തുയർത്തിയ അവൻ ഉലകം കണ്ടതിൽ ഉലക മഹാന്മാരിൽ വെച്ച് എല്ലാവരുടെയും കല്ലറ തുറക്കാതെ കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം തുറക്കപ്പെട്ടു. അതെ, ഇന്ന് ഞാൻ ഇവിടെ ഉയർത്തുന്ന യേശുവിന്റെ കല്ലറയാണ്. യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? യേശു മരിച്ചത് കൊണ്ട് എനിക്കെന്താ നേട്ടം? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി വലിയ ഒരു മനുഷ്യൻ യേശുവാണ്. ശരിക്കും മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നായി ചത്തുകടന്ന് ആരും കുടിച്ചിടാനായിട്ട് തയ്യാറായാലും അതിന് കർമ്മങ്ങളോ ചടങ്ങുകളോ നടത്താറില്ല. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ചില ക്രിയകൾ, കർമ്മങ്ങൾ, പൂജകൾ ചെയ്യാറുണ്ട്. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? മരണത്തിനപ്പുറം ഒരു സ്വർഗം, ആ സ്വർഗത്തിലെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
കാണുന്ന ഒരു പ്രപഞ്ചമുണ്ടെന്ന്, അമ്മ കാണുന്ന ഒരു വെളിച്ചമുണ്ടെന്ന്, അമ്മ കാണുന്ന ഒരു ഇരുളുണ്ടെന്ന്, അമ്മ അനുഭവിക്കുന്ന പലതുമുണ്ടെന്ന് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനറിയില്ല. അവിടെ കിടന്നുകൊണ്ട് കുഞ്ഞു പറയുക, ഇതാണ് ലോകമെന്ന് പറഞ്ഞാൽ അബദ്ധമല്ലേ? കുഞ്ഞ് കാണാത്തൊരു ലോകമില്ലേ? ആ ലോകത്തിലേക്ക് ആ കുഞ്ഞ് പുറന്നു വീഴുവാൻ സമയമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ജ്ഞാനമുള്ള വിവരമുള്ള ആ കുഞ്ഞിനെ 9 മാസവും 9 മിനായിയും കൊണ്ടു നടക്കുന്ന മാതാവിനറിയാം. ആ മാതാവുമായിട്ട് ജീവിതം നയിക്കുന്ന ഭർത്താവിനറിയാം. അവരുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർക്കറിയാം. ഈ കുഞ്ഞ് കാണാത്തൊരു ലോകത്തിലേക്ക് ആ കുഞ്ഞ് പിറക്കുവാൻ പോകുക. ആ കുഞ്ഞ് പിറന്നു കഴിഞ്ഞു. ആ വളരുന്ന കുഞ്ഞ് മരണമെന്ന 3 അക്ഷരമെന്ന യാഥാർത്ഥ്യത്തിലൂടെ എല്ലാവരും കരയിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതായിട്ട് ഉന്നതനാണെന്നുള്ള അറിവ് അവനെ ധരിച്ചാൽ അവൻ ഭയത്തോടു കൂടെ ഇവിടെ ജീവിക്കുവാൻ തക്കവണ്ണം. കാരണം ജനനത്തിന് സമയം നിശ്ചയമാ, മരണത്തിന് സമയം നിശ്ചയമല്ല. ഓടുന്ന വാഹനം കത്തുന്നു, ഉയർന്നു പൊങ്ങുന്ന പ്ലെയിൻ കത്തി താഴെ വീഴുന്നു. കിടന്ന ഭായിൽ നിന്ന് അകത്തോട്ടെടുത്ത് ശ്വാസം പുറത്തോട്ട് വിടുവാൻ കഴിയാതെ അറ്റാക്ക് വന്ന് തകർന്നു പോകുന്നു. നിസാരം ഭയം. നമുക്കറിയാം പ്രളയം എത്ര ജീവിതമാണ് അപഹരിച്ചത്. കൊറോണ എത്ര വ്യക്തികളെയാണ് അപഹരിച്ചത്. നിപ്പ അല്ലേ? അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപമെന്ന വിപത്ത് വരുത്തി വെക്കുന്ന എത്ര നഷ്ടങ്ങൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശം വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശുവിന്റെ പിറവിയൊരു ആഘോഷമായി ആണ്ടിൽ കുപ്പി പൊട്ടിച്ച് അവസാനിപ്പിക്കുന്ന അനേകരുണ്ട്. അങ്ങനെ കേവലം യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിച്ച് അവസാനിപ്പിക്കുവാനുള്ളതല്ല, അത് അനുഭവിച്ച് തീർക്കുവാനുള്ളത്. ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞ യേശു നിന്നെ വിളിക്കുകയാ. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വീടുണ്ടായിട്ടും, ഭാര്യയുണ്ടായിട്ടും, ഭർത്താവുണ്ടായിട്ടും, മക്കളുണ്ടായിട്ടും, ജോലി ഉണ്ടായിട്ടും ആശ്വാസമില്ലാതെ അറിയുന്ന ആരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ അരുതേ, ആത്മഹത്യ അരുത്, മദ്യപാനം അരുത്, കൊലപാതകം അരുത്, ഒളിച്ചോട്ടം അരുത്. ചില ഗാനങ്ങളിലൂടെ ഞങ്ങൾ യേശുവിനെ ഇവിടെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. യേശുവിലൂടെയുള്ള ദിവ്യ സമാധാനം എങ്ങനെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും? കനാവ് എന്ന് പറയുന്ന ദേശത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ തലമുറയെ വിവാഹം ചെയ്ത് അയക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ആ വീട്ടിലെ മാതാപിതാക്കൾ ചെയ്തു. വീടിന്റെ മുറ്റത്ത് വലിയൊരു പന്തൽ ഉയർന്നു. ക്ഷണിക്കപ്പെട്ടവരൊക്കെ വന്നു ചേർന്നു. പക്ഷേ അവരുടെ കണക്കൂട്ടുകളൊക്കെ തെറ്റിപ്പോയി. അവിടെ ക്ഷണിച്ച കൂട്ടത്തില് ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശുവിനെയും, യേശുവിന്റെ അമ്മയെയും, യേശുവിന്റെ ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിത, നിന്റെ വീട്ടിലേക്ക് യേശുവിനെയും യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെയും ക്ഷണിച്ചാൽ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതുപോലൊരു പ്രസംഗം കേട്ട് ആമേൻ, യേശു എന്ന് പറയുന്ന വ്യക്തി എന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ശക്തനാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞാൻ ക്ഷണിക്കുവാനിടയായി. സ്നേഹിത, നിന്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടോ? യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ ഉയർത്തുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കൂ. യേശുവിനെ ക്ഷണിക്കൂ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇത് നിഷേധിക്കുന്നവരുണ്ട്. പക്ഷേ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും കഴിയത്തില്ല. താങ്കൾ ഒരു രോഗിയാണോ? താങ്കൾ ഒരു പ്രശ്നത്തിലൂടെ പോകുന്ന വ്യക്തിയാണോ? രോഗിയാണെങ്കിൽ 12 സംവത്സരം രക്തം വാർന്നൊഴുകിയ ഒരു സ്ത്രീ, അവൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് നാട്ടിൽ അറിയപ്പെടുന്ന ഡോക്ടർമാർക്കെല്ലാം കൊടുത്തു നോക്കി. അവള് അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ആ രോഗമെന്ന ബാധയിൽ നിന്ന് അവളെ സുഖപ്പെടുത്തുവാൻ അറിയപ്പെട്ട ഡോക്ടർമാർക്കൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകരക്ഷകനായ
അവൾ അതൊന്നും വലുതായി കണ്ടില്ല. അവള് ഓടിച്ചെന്ന് ആ സൗഖ്യദായകനെ ഒന്ന് തൊടുവാൻ ആഗ്രഹിച്ചു. പക്ഷെ ജനത്തിന്റെ തിരക്ക് കൊണ്ട് തൊടുവാൻ സാധിച്ചില്ല. ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. ബാധയൊഴിഞ്ഞവൾ സ്വസ്ഥയായി. വീട്ടുണ്ട്, നാടുണ്ട്, ചങ്ങാതിമാരുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ കേൾക്കുന്ന യേശുവിനെ നീ ഒന്ന് വിശ്വസിക്കുവാൻ, അവനെ ഒന്ന് തൊടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ സൗഖ്യമാക്കുവാൻ അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്ത് പലപ്പോഴായി പോയി. ഒരു പക്ഷേ ദേവാലയത്തിൽ നീ പോകുന്നുണ്ടാകാം, പള്ളിയിൽ നീ പോകുന്നുണ്ടാകാം, പ്രാർത്ഥനാ സംഗമത്തിൽ നീ പോകുന്നുണ്ടാകാം, പ്രാർത്ഥന കൂട്ടായ്മ നിന്റെ വീട്ടിനകത്ത് നടക്കുന്നുണ്ടാകാം. ഒക്കെ ശരിയാ. ഇതുപോലെ യേശുവുമായി ബന്ധമുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നു. ആ പിതാവ് ആഗ്രഹിച്ചതുപോലെ ആ കുഞ്ഞ് സൗഖ്യമായില്ല. അങ്ങനെ നിരാശനായി ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് യേശു അതുവഴി വരുന്നത്. ആ കുഞ്ഞിനെയും കൊണ്ട് ആ പിതാവ് ആ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആർക്കും ഇവനെ സ്വതന്ത്രനാക്കുവാൻ കഴിയുന്നില്ല. ആ കുഞ്ഞിനെ സൗഖ്യമാക്കി പിതാവിന് തിരികെ കൊടുത്തു. ഒരു പക്ഷേ നീ പോകുന്നിടത്ത് നാളിതുവരെ പോയിട്ടും നിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് വേദനയോടെ തലമുറകളെ ഓർത്ത് കരയുന്ന ഒരു മാതാവായിരിക്കാം, പിതാവായിരിക്കാം, കടക്കണിയിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ലോൺ എടുത്തിട്ട് വീട് വെച്ചു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, പല കാര്യങ്ങൾ ചെയ്തു, കൃഷി ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? സകലത്തിനും ശാശ്വതമായ പരിഹാരം തികച്ചും സൗജന്യമായി നൽകുവാൻ കഴിയുന്ന ദൈവത്തെ മാനവകുലത്തിന് വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുവാനായിട്ട് ലോകമൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ ദിനത്തിൽ കുട്ടി പൊട്ടിച്ച് എത്രയോ കുടുംബങ്ങൾ തകരുന്നത്, എത്രയോ അപകടങ്ങളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആണ്ടിലാണ്ടില് ആഘോഷിച്ച് പര്യവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല യേശുവിന്റെ ജനനത്തിലൂടെ സംഭവിക്കുന്നത്. യേശു ജനിച്ചത് നമുക്ക് സമാധാനം നൽകാനാ. യേശു ജനിച്ചത് നമുക്ക് സന്തുഷ്ടകരമായൊരു ജീവിതം നൽകുവാനാ. ഇവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, നിത്യമായ ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറം. അവിടേക്ക് നമ്മളെ നയിക്കുവാൻ കഴിയുന്നവന് ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ പിതാവ് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ മറുപടിയാണ് ഉലക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ റോമൻ ഇമ്പീരിയൽ മുദ്ര കുത്തി കല്ലുരുട്ടി വെച്ച് പടയാളികളെ ഇനി ഒരിക്കലും യേശു പുറത്തു വരരുതെന്ന് ചിന്തിച്ച് ചെയ്ത പ്രവൃത്തിയെ പരാജയപ്പെടുത്തി യേശു ക്രിസ്തുവിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ആ യേശുവിനെ നിന്റെ രക്ഷകനായി നാഥനായി സ്വീകരിപ്പാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും ഈ ലോകത്തിൽ ലഭിക്കുന്ന സമാധാനത്തെക്കാൾ അധികം സന്തോഷം അനുഭവിച്ച് ചിട്ടായുസ് ജീവിപ്പാൻ കഴിയും. അതുകൊണ്ട് ഈ യേശുവിനെ ഉയർത്തുന്ന ചില ഗാനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഈ നാട്ടിലെ നിങ്ങളുടെ സ്നേഹിതർ ആയിരിക്കുന്ന ഭവനത്തിലെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കായി പാടുന്നതായിരിക്കും. ആ പാട്ടുകൾ പാടുവാനായി കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. തുടർന്ന് യേശുവിലൂടെയുള്ള സമാധാനം നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള ലഘു സന്ദേശം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ് അവരുകൾ നിങ്ങളോട് പങ്കുവെക്കും. വാത്സല്യ മോളി സിസ്റ്ററുടെ ഭവനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ ദൈവം ഒരുക്കി മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
Da
സ്നേഹമുള്ള ചുമതല നിവാസികളെ, ഈ ഉച്ചയോടടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സന്ദേശമായി ഞങ്ങൾക്ക് ദേശത്ത് കടന്നു വരുവാൻ വരുവാനായ കർത്താവ് ഞങ്ങളെ ഒരുക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് കടന്നു വന്ന് കർത്താവിനെ ഉയർത്തുവാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. ചില നിമിഷങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കൊണ്ട് വിവിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായ അനുഭവങ്ങൾ, പശ്ചാത്തലങ്ങളെ ഒക്കെ നമുക്ക് ചില നിമിഷങ്ങൾ കേൾക്കുവാനിടയായി. ഈ ഡിസംബർ മാസം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു മാസമാണ്. ഡിസംബർ 25 എന്ന് വേൾഡ് ഡേറ്റ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതകളെ ആഘോഷകരമായി എല്ലാവരും സന്തോഷകരമായി ഘോഷങ്ങൾ ആഘോഷിക്കുകയും അതിൽ സമൃദ്ധിയായ ഒരു ജീവിതം കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ പാട്ടിൽ കൂടെയും എനിക്ക് മുൻപായി നൽകപ്പെട്ട സന്ദേശത്തിൽ കൂടെയും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ യേശുക്രിസ്തു ഭൂജാതനായി എന്തിനു വേണ്ടിയാണ് ഭൂജാതനായിരിക്കുന്നത് എന്നുള്ള വസ്തുതകൾ അനേകർക്കും അറിയുവാൻ കഴിയുന്നില്ല. എങ്കിലും വേദസത്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, സത്യവചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം അറിയുമ്പോൾ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സത്യമായ വസ്തുതകൾ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ സ്വാതന്ത്ര്യം നൽകാനിടയാകും. നാം ഏത് വിഷയത്തിലാണോ അടിമനുഖം പോലെ കുടുങ്ങിക്കിടക്കുന്നത്, ഏത് വിധത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഉയർത്തുവാൻ കഴിയാതിരിക്കുന്നത്, നമ്മെ തകർത്ത് കളയുവാനായി നമ്മുടെ ജീവിതാന്തരീക്ഷങ്ങളെ തകർത്ത് കളയുവാനായി അടിമയാക്കി ഉയരുവാൻ കഴിയാതെ നിലനിൽക്കുന്നത്, അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ച് ഉയർച്ചയുടെ നിലവാരം എത്തുവാൻ കഴിയുമെന്ന് സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യണം. യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. യേശുക്രിസ്തുവിന്റെ ജനനം എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കപ്പെട്ടപ്പോൾ ആ യേശുവിനുണ്ടായിരിക്കുന്ന അധികാരപത്രങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ ആ അനുഭവത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ വേർതിരിക്കുമ്പോൾ നമ്മെ ഉയർത്തുവാൻ കഴിയാതിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ കണ്ടെത്തുവാൻ കഴിയും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ദേശത്ത് കടന്നു വന്ന് ദൈവവചനം ഘോഷിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദേശത്ത് വിവിധ നിലവിലായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് മുന്നേറണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായ സത്യം നമ്മൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
ഈ അന്തരീക്ഷത്തിൽ നിന്ന് വിടുതൽ നമുക്ക് കിട്ടുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയർത്തിയെടുക്കുവാൻ യേശുവിലേക്ക് നമ്മുടെ ഹൃദയം ഒരുക്കി കൊടുക്കണം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവം പറഞ്ഞു, ഞാൻ വഴി കാണിച്ചു തരികയും ആലോചന പറഞ്ഞു തരികയും ചെയ്യും. ഇതെല്ലാം സത്യവേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം എന്ന അനുഭവത്തിൽ കൂടെ ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ദേശത്തോടെ ഞങ്ങൾ ഈ സത്യം വിളിച്ചു പറയാനിടയായിത്തീരുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കിടന്ന ജീവിതങ്ങളുടെ അടുക്കിലേക്ക് കടന്നു എന്ന് അവരുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കുവാൻ കഴിഞ്ഞു. പിതാവായ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവീയമായ അദൃശ്യമായ ശക്തിയുടെ അനുഭവം യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഭൂമിയിൽ വെളിച്ചത്തിലേക്ക് വരുവാനിടയായിത്തീർന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. അതിൽ ഉത്പാദിപ്പിച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെതായിരിക്കുന്ന പ്രവൃത്തിയല്ല, അന്ധകാരത്തിന്റെ പ്രവൃത്തിയല്ല. ദൈവം പറഞ്ഞു, ഞാൻ കലക്കത്തിന്റെ ആത്മാവല്ല, സമാധാനത്തിന്റെ ആത്മാവാണ്. സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങളിലും സന്തോഷമില്ലാത്ത നിലവാരങ്ങളിലും ഇരുട്ടിൻ്റെതായ നിലവാരങ്ങൾ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ഭൂമിയിൽ ജനിച്ചു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുളിൽ വസിക്കുന്നില്ല, വെളിച്ചത്തിൽ വസിക്കുന്നു. ഞാൻ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കണം. യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവൻ വെളിച്ചത്തിൽ വസിക്കും. ഇരുട്ടിൻ്റെതായിരിക്കുന്നതായ അന്ധകാരമയമായിരിക്കുന്നതായ യാതൊരു ബന്ധനങ്ങളും അടിമപ്പെട്ട് കിടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം നമുക്ക് പ്രകാശമായി തീർന്ന് നമുക്കും ഇവിടെ ഉള്ളായിരിക്കുന്നതായ മൃഗങ്ങൾക്കും സസ്യാദികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന സൂര്യൻ വെളിച്ചമുദിക്കുന്നത് പോലെ ഒരു വെളിച്ചമുദിക്കുവാനിടയായി. അതിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് യേശു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചു. ആ പ്രകാശം കണ്ടുകൊണ്ട് ആ വെളിച്ചത്തിൽ കൂടി അനേകർ യാത്ര ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ വെളിച്ചത്തിൽ വസിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ അന്ധകാരം ഇരുട്ടിനായ മൂകതകൾ കൊണ്ടുവരുന്ന, ഒന്നും കാണുവാൻ കഴിയാത്ത, നന്മയുടെ അനുഭവം കാണുവാൻ കഴിയാതെ ഇരുളിന്റെ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്ന കുടുംബങ്ങളെ ഉയർത്തെടുക്കുവാൻ യേശു ക്രിസ്തു വെളിച്ചമായ ലോകത്തിൽ ജനിച്ചു. ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി ആ വെളിച്ചം എന്നിൽ വസിക്കണമെന്ന് ആഗ്രഹിച്ച് ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരെ തയ്യാറാകുന്നുവെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു പുകഴ്ച പ്രാപിക്കുവാൻ കഴിയും. അതാണ് സത്യം. നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് യാഥാർത്ഥ്യം. അതാണ് വെളിച്ചമാകുന്ന ദൈവം, പ്രകാശമാകുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുളിൽ വസിക്കുന്നില്ല, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ജനിച്ചത് ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ്. ഇരുട്ടിന്റെ അടിമത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ യഥാർത്ഥമായ വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാനാണ് യേശു ജനിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രസ്താവനകളോട് പ്രസംഗിക്കുമ്പോൾ ഒരു മതം മാറ്റുവാനല്ല, മറ്റ് ജീവിതത്തിലേക്ക് ഹൃദയങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ ചുരുക്കുന്നു. ആരെങ്കിലും അടിമമുഖത്തിൽ ഇരുട്ടിന്റെ അവസ്ഥയിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ, നമുക്കറിയാം ഇരുട്ടിൽ കൂടി നടക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടി വീഴും. കുഴി എവിടെയാണ്, ഞങ്ങളെ മുട്ടുന്നായ, ഞങ്ങളെ തകർക്കുന്ന പ്രതിസന്ധി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ വെമ്പൽ കൊണ്ടാണ് ഇരുട്ടിൽ കൂടി യാത്ര ചെയ്യുന്നത്. ഇരുട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ കഴിയത്തില്ല. പാമ്പ് വരുമോ, അതുപോലെ കുഴിയിൽ ചെന്ന് ചാടുമോ, ഇത് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ വെളിച്ചമുണ്ടെങ്കിൽ അതായത് കുഴി എവിടെയാണ്, ഞാൻ വീഴാതെ നല്ല നിലയിൽ പോകുവാനുള്ള വഴികൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന, യേശുവിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവനും കുഴിയിലകപ്പെട്ട് സാധാരണമായ നരകതുല്യമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ സന്തോഷകരമായ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും. ആ വെളിച്ചമുദിക്കാത്ത കുടുംബങ്ങളിൽ സമാധാനമില്ല. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലുള്ള അനവധി പ്രതിസന്ധിയുടെ നടുവിൽ കുടുംബങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ദൂതുകൾ ഇവിടെ നൽകുവാൻ വെച്ചിരുന്നത്. ആരെങ്കിലും ഈ ശബ്ദവരിയിൽ കേട്ട്
ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വെളിച്ചമാകുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ നല്ല പിതാവേ, തിരുമേനിയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ടായി മധ്യാഹ്ന സമയമായപ്പോൾ കർത്താവിന്റെ പാദപീഠത്തില് മറ്റത് മാറ്റമില്ലാത്ത വചനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയവർക്കായി സ്തോത്രം. അനേക ജില്ലകൾ കടന്ന് ഈ കോഴിക്കോടിന്റെ ദേശത്തും കടന്നു വന്ന് കർത്താവിന്റെ വചനം അറിയിപ്പാൻ തൊക്കണം. നിന്റെ ദൈവവാസന്മാരെ ഭക്തന്മാരെ കർത്താവ് കർമ്മ ഉപയോഗിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങളൊക്കെയും അത് കർത്താവെ അത് അനേകർക്ക് വിടുതലായി അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കും. ദേശത്ത് സമാധാനമില്ല, സന്തോഷമില്ലാതെ രോഗത്താൽ ദുഃഖത്താൽ മദ്യപാനത്തിന്റെ അടിമയിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെച്ച് കർത്താവ് പൂർണ്ണമായി വിടുതൽ കൊടുത്ത് അവിടുന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിധത്തിൽ ഭാരപ്പെടുന്നോ ആ വിധത്തിലുള്ള വിടുതൽ കർത്താവ് നൽകി കൊടുക്കണമേ. വചനം കേട്ടതൊന്നും വൃതാവായി തീരുവാനിടയാകരുത്. ഈ ദേശത്തിന്മേൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് വഴി നടത്തണം. ഞങ്ങളുടെ യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.